ശ്രീകുട്ടൻ വെറും ബാങ്കിലത്തെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ സമയമാണ് ചിത്രം എന്നൊരു സിനിമ വരുന്നതും ആ പാട്ടുകളെല്ലാം ഹിറ്റാവുന്നതും. ഈ നാദരൂപിണിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ അവാർഡ് കിട്ടും എന്നൊക്കെ അത് പറഞ്ഞപ്പോൾ കരയണോ ചിരിക്കണോ എന്താണിത്, സത്യമാണോ? ഭാഗ്യവശാൽ ലാലിൻ്റെ വോയിസുമായിട്ട് അദ്ദേഹത്തിന് നല്ല ചേർച്ചയുണ്ടായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പുള്ളിയുടെ ഗ്ലാമറാണോ ആദ്യം ആകർഷിച്ചത്, അതേ വർത്താനമാണോ? ഗ്ലാമറോ? നീ കിടന്ന് ഉരുണ്ട് കളിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം. കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ കഴിക്കണമെന്ന് ഉണ്ടായിരുന്നു. 14 വർഷവും വേണ്ടാന്ന് വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ആ 14 ഇയേഴ്സും ശ്രീകുട്ടൻ വെയിറ്റ് ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന് ഞാൻ എഴുതി വെച്ച ഒരാളായിരിക്കാം. ഒരു 10,000 രൂപ 10,000 രൂപ എന്ന് പറയുന്ന സാധനം വളരെ പ്രശസ്തമാണ്. അത് ശ്രീകുട്ടൻ എൻജോയ് ചെയ്യുന്നത് കേട്ടാ, സ്വന്തമായിട്ട് തന്നെ പറയും. ഞാനിപ്പോ 20,000 ശ്രീകുട്ടനാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ അധികം ചിരിയൊന്നുമില്ല. ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഭാര്യയെ സ്നേഹിക്കുന്നത്. അദ്ദേഹം ഒത്തിരി കെയർ ചെയ്യുന്ന ഒരാളാണ്. ആർക്കായിരിക്കും ദേഷ്യം കൂടുതൽ വരിക? മാടപ്രാവിന്റെ ഹൃദയമാണ്. ഏതെങ്കിലുമൊക്കെ പാട്ടിങ്ങനെ മൂളി അനുകരിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ വെളുപ്പില്ല. എനിക്ക് പാടാൻ വെച്ചത് MG ശ്രീകുമാർ തട്ടിയെടുത്തു എന്നൊക്കെ അക്കാലത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആർക്കും ഒന്നും തട്ടിയെടുക്കാൻ പറ്റില്ല. ആക്ച്വലി ഒരു വീട്ടിൽ ഒരു സെലിബ്രിറ്റി മതി, രണ്ടുപേരും ആകുമ്പോൾ പ്രശ്നങ്ങളാണ്. എനിക്ക് ഹാപ്പി ലൈഫാണ് വേണ്ടത്. കുക്കിയോ വേറെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തോ? കുക്കിങ് കയറി കഴിഞ്ഞാൽ ആന കരിമ്പങ്കാട്ടി കയറുന്ന പോലെ. സെലിബ്രിറ്റി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഗോസിപ്പുകളാണ്. പെൺകുട്ടികളാകുമ്പോൾ പ്രസവിക്കുമല്ലോ. 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞു അവൾ എന്നോ പ്രസവിച്ചതാണ്. MG ശ്രീകുമാറും ഭാര്യയെ ആരും പറയിക്കാതെ അമേരിക്കയിൽ. ഇതൊക്കെ എന്ത് കുറേ കാലം പറഞ്ഞുകൊണ്ടിരുന്നു, കുട്ടിയെ കാണിക്കുന്നില്ല. എനിക്കുള്ളതൊന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നില്ല. എൻ്റെ കുറേ ക്വാളിറ്റീസ് ഒന്നും രജനീഷിന് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്കില്ലാത്ത ക്വാളിറ്റി എനിക്കുണ്ട്, എനിക്കില്ലാത്ത ക്വാളിറ്റി നിങ്ങൾക്കും ഉണ്ട്. എന്നെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഞാനെന്നൊരു വ്യക്തിയല്ല, MG ശ്രീകുമാറിൻ്റെ ഭാര്യ എന്നുള്ളത് കൊണ്ടാണ്. എനിക്കത് മതി. ഞാൻ ഓർത്ത് ഒന്നും വിഷമിക്കാറുമില്ല, ഒന്നുമില്ല. ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് ഞാൻ. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് പാട്ടായിരുന്നില്ല ഇഷ്ടം. എൻ്റെ സെക്കൻഡ് മാരേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നമായിരുന്നു. അതിൽ ഒരു റീസൺ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ വിജയം. അദ്ദേഹത്തിന് ഇത്രയും കാലം ഒരു പ്രോബ്ലം ഒന്നും കൊടുക്കാത്ത, ഞാൻ സ്വയം പറയുന്നു, നല്ലൊരു ഭാര്യയാണ്. ഈ പ്രിയദർശൻ മോഹൻലാൽ MG ശ്രീകുമാർ ഒരു കോംബോ ആണ്. ഞങ്ങൾ സ്നേഹിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വളരെ തിക്ക് ഫ്രണ്ട്സാണ്, അത് നീ മനസ്സിലാക്കണം. അതിൻ്റെ ഇടയിൽ നീ ഒരു പ്രശ്നവും എന്തെങ്കിലും പറഞ്ഞു വരരുത്. ലേഖ ശ്രീകുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. നമസ്തേ. ശരിക്കും ലേഖ MG ശ്രീകുമാർ എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഗുമ്മുണ്ടാവുക. തീർച്ചയായിട്ടും. നിങ്ങളുടെ ഒരു റിലേഷനിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്, ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ സാധ്യമാവുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് കേട്ട് പരിചയമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ട്. അന്നതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ചിന്ത നമ്മുടെ സൊസൈറ്റിക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക? നമ്മുടെ കാലഘട്ടത്തിലും ഒരുപാട് പേര് ഇതേപോലെ താമസിച്ചിട്ടുണ്ട്. കുറേ സെലിബ്രിറ്റീസ് അവരൊന്നും കല്യാണം കഴിച്ചില്ല, അതാണ്. ജസ്റ്റ് കുറേ കാലം ലിവിങ് ടുഗദർ ആയിരുന്നു, അല്ലെങ്കിൽ പോയി വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇത്രയും ഒരു ഹൈലൈറ്റ് വന്നത്. ഇപ്പം ഞാൻ വേറെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ശ്രീകുട്ടൻ വേറെ കല്യാണം കഴിച്ചു എന്ന ആ സ്റ്റോറി അവിടെ നിൽക്കുന്നു. ഇല്ലായിരുന്നു. ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ടാണ് ഈ 36 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും രജനീഷൊക്കെ ചോദിക്കുന്നത് തന്നെ. ഇപ്പോൾ കല്യാണമായിട്ട് തന്നെ കഴിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സുഹൃത്തുക്കളുടെ കൂടെ പ്രഷറുണ്ട്. പക്ഷേ എങ്കിലും കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ കഴിക്കണമെന്ന് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഫ്രണ്ട്സിൻ്റെ പ്രഷറൊന്നും ഞാൻ പറയില്ല. കാരണം ഈ 14 വർഷവും ഞാൻ വേണ്ടാന്ന് വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. മകളെ എനിക്ക് അവളെ ഒരു സ്ഥിതിയിൽ എത്തിച്ചതിന് ശേഷം മാത്രം, അല്ലാതെ ഞാൻ സ്നേഹിച്ച ഒരാളെ കല്യാണം കഴിച്ച് മകളെ ഒന്നും നോക്കാത്ത എനിക്ക് അത് പറ്റില്ല. ഞാൻ വളരെ അറ്റാച്ച്ഡ് ആണ് എൻ്റെ കുട്ടിയുമായിട്ട്. കാരണം എനിക്ക് 18 വയസ്സിൽ ജനിച്ച കുഞ്ഞാണ് എൻ്റെ മകള്. ഞാനും മോളെന്ന് പറഞ്ഞാൽ ലൈക്ക് എ ഫ്രണ്ട്സാണ്. അപ്പോൾ എൻ്റെ മകളെ അന്ന് ഊട്ടിയിൽ പഠിക്കുന്നു അവള്. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി അവളുടെ എല്ലാ കാര്യങ്ങളും. അവളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ മാരേജ് എന്ന് പറഞ്ഞ ഒരിതിലോട്ട് പോയി. ആ 14 ഇയേഴ്സും ശ്രീകുട്ടൻ വെയിറ്റ് ചെയ്തു എന്നാണ്. ഇതൊക്കെ ശരിക്കും ആലോചിക്കുമ്പോൾ അതൊക്കെ നിമിത്തങ്ങളായിരിക്കാം കേട്ടോ. അദ്ദേഹത്തിന് ഞാൻ എഴുതി വെച്ച ഒരാളായിരിക്കാം. ആ 14 വർഷവും അദ്ദേഹം വെയിറ്റ് ചെയ്തു. ഞാൻ അതുവരെ ശ്രീകുട്ടനത് പറഞ്ഞിട്ടില്ല, വെയിറ്റ് ചെയ്യണമെന്ന് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനിടയിൽ ഒരുപാട് മാരേജസ് അദ്ദേഹത്തിന് വന്നു. അപ്പം ശ്രീകുട്ടൻ കല്യാണം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് 3 മാസം US പോയി നിന്നു.
അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഏത് പെണ്ണിൻ്റെ മുഖം കാണുമ്പോഴും നിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ അല്ലാതെ വേറൊരു ആൾ എൻ്റെ ലൈഫിൽ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മകളെ ഒന്ന് സെറ്റിൽഡ് ആക്കിയതിന് ശേഷം അതിനും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോഴും മാലയൊക്കെ അദ്ദേഹം തന്നെ എടുത്തു കൊടുത്തു. അതൊക്കെ ഒന്നും നമുക്കത് ജീവിതത്തിലൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. ഈ പ്രഷർ വരുന്ന സമയത്തൊക്കെ സപ്പോർട്ട് ഉണ്ടാവും, പക്ഷെ എങ്കിലും ഒരു പെണ്ണെന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരില്ലേ? അപ്പം എങ്ങനെയായിരുന്നു തോട്ട് പ്രോസസ്സ്, എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത്? എനിക്ക് വലിയ പ്രയാസമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വളരെ ചെറുപ്പമായതുകൊണ്ട് എനിക്കതിനുള്ള ശക്തിയും ബുദ്ധിയും ഒക്കെ ഈശ്വരൻ തന്നിട്ടുണ്ട്. അന്നും മുടങ്ങാതെ ശ്രീകണ്ഠേശ്വരത്തിൽ പോകുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ ആ ശക്തി. ഇപ്പോഴും ഞാനെല്ലാം അങ്ങോട്ട് അർപ്പിക്കുന്നത് ഈശ്വരനിലാണ്. ഇപ്പം പല ആൾക്കാരും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വാദമുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് ആ അമ്പലം എന്ന് പറയുമ്പോൾ എനിക്കെല്ലാം ഓപ്പണായിട്ട് എന്നെ ചതിക്കില്ല. എൻ്റെ ബാക്കിൽ നിന്ന് നോ വൺ വിൽ ടോക്ക് ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് ഭഗവാന്റെ മുമ്പിലാണ് ഞാൻ എല്ലാം അർപ്പിച്ചത്. ഇപ്പോഴും ദിനചര്യയുടെ ഭാഗമായിട്ടൊരു 10-15 മിനിറ്റെങ്കിലും ഒരു മെഡിറ്റേറ്റീവ് സ്റ്റൈലിലുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവും അല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. അത് അങ്ങനെ തന്നെ തുടരണമെന്ന ഒരു ടൈം വെച്ചിട്ടാണോ, അത് എങ്ങനെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി? എൻ്റെ കൊച്ചുകാലം മുതൽ ഞാൻ കണ്ടു വളർന്നത് അങ്ങനെയാണ്. എൻ്റെ വീട്ടിലെ അമ്മ നേരത്തെ എണീക്കും, അമ്മയുടെ കാര്യങ്ങൾ അങ്ങനെ ഞാൻ കണ്ട്, നമുക്കൊരു ശീലമാണല്ലോ, നമ്മുടെ അച്ഛനമ്മമാർ കാണിച്ചു തരുന്നതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ വെളുപ്പിന് എണീക്കുന്ന ആൾ. പണ്ടൊക്കെ വളരെ വെളുപ്പിന് എണീക്കുമായിരുന്നു. 3 മണി 3:15 മണിക്കൊക്കെ എണീക്കുമായിരുന്നു. അത് ടെൻഷനൊക്കെ കാരണം കൊണ്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് പോകും. ഇപ്പം അത്രയും എണീക്കില്ല. ഒരു 4:30 5 ഒക്കെ 5:15 എണീക്കും. കാരണം ഇപ്പം പ്രായമായി വരുന്നതുകൊണ്ട് കുറച്ച് പ്രഷറൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുളിച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഞാൻ എറണാകുളത്തപ്പൻ്റെ അടുത്തെത്തും, തൊഴും. കാലത്ത് എണീക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്ത് ഭംഗിയാണ് മോർണിംഗ്. എൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ അല്ലേ, അതിൻ്റെ നല്ല കാറ്റും നല്ല ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയിരുന്നു വെളുപ്പിന് 4:30. അപ്പോൾ അത് ആ ഭാഗത്തൊക്കെ വെറുതെ നടക്കുമായിരുന്നു. അവിടുത്തെ ഓരോ സ്റ്റോഴ്സിലൊക്കെ കയറി, അതൊക്കെ ഒരു രസമാണ്. അവിടെ നിന്ന് ചെറിയൊരു കടയിൽ നിന്ന് കയറി ഇഡ്ഡലി സാമ്പാറൊക്കെ എന്ന് നമ്മൾ കഴിക്കാനാണ്. പക്ഷെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ മോർണിംഗ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ബാക്കി എല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈമും കൂടെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ കൂടുതൽ ടൈം ജീവിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കും. ഈ രാവിലത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് മോർണിംഗ് പക്ഷേ എക്സ്പ്ലോർ ചെയ്യാത്തവർക്ക് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ മോർണിംഗ് എക്സ്പ്ലോറേഷൻ എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു വേറൊരു തരത്തിലുള്ള ലഹരിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സത്യം, അതൊരു ലഹരിയാണ്. ഏർലി മോർണിംഗ് എണീക്കുക എന്ന് പറഞ്ഞാൽ, അത് കുളിക്കുക, അതിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ വേറെ തന്നെയാണത്. അല്ല, ആ സമയത്തൊക്കെ വേറെ എന്തെങ്കിലും വായിക്കുവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ നാമം ജപിക്കും. അപ്പം ആരും കേൾക്കില്ല, കിളികൾ മാത്രമേ എൻ്റെ ശബ്ദം കേൾക്കുള്ളൂ. ഒച്ചത്തിൽ നാമം ജപിക്കും. അപ്പം അതിന് ശ്രുതിയും വേണ്ട, താളവും വേണ്ട. എൻ്റെ നാമജപത്തിന് ശ്രീകുട്ടൻ കേൾക്കൂല്ല. അങ്ങനെ ഒരു പ്രശ്നം. അതെ, അങ്ങനൊരു കുട്ടിങ്ങും ഉണ്ട്. പക്ഷേ ഒരു മ്യൂസിക് കുടുംബത്തിൽ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ളൊരു അറിവ് ഉണ്ടാവും. പക്ഷെ എങ്കിലും എവിടെയൊക്കെയാണ് നമുക്കൊരു അതിനകത്തുനിന്ന് അവിടെ നിന്ന് അകന്ന് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പാട്ടിനെ നമ്മൾ ഒരു ആസ്വാദകൻ എന്നുള്ള മാത്രം രീതിയിൽ മാറി നിൽക്കേണ്ടി വരുമ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കോംപ്ലക്സ് തോന്നിയിട്ടുണ്ടോ? ഞാനും കൂടെ പഠിക്കേണ്ടതായിരുന്നു കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഞാനും കൂടെ പാടേണ്ടതായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്നേ വരെ തോന്നാത്തൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഒന്നിനും എനിക്ക് കോംപ്ലക്സ് തോന്നിയിട്ടില്ല. കോംപ്ലക്സ് ഒരാൾക്ക് തോന്നിയാൽ അത് XRY തോന്നിക്കഴിഞ്ഞാൽ ജീവിതം എനിക്കുള്ളതൊന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നില്ല. എൻ്റെ കുറേ ക്വാളിറ്റീസ് ഒന്നും രജനീഷിനെ ഉണ്ടാവണമെന്നില്ല. ഒരു പാടിയിട്ടോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്തിട്ടോ അതൊന്നും ഒരു ജീവിതം ഫുൾഫില്ലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നിങ്ങൾക്കില്ലാത്ത ക്വാളിറ്റി എനിക്കുണ്ട്, എനിക്കില്ലാത്ത ക്വാളിറ്റി നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഐ നെവർ സിറ്റ് ആൻഡ് ക്രൈ ഫോർ ദാറ്റ്. ഞാൻ ഓർത്ത് ഒന്നും വിഷമിക്കാറുമില്ല, ഒന്നുമില്ല. ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് ഞാൻ. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബ്ലോഗിൽ പാചകമാണല്ലോ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര ഒരു ആൾക്കാരൊക്കെ ഏറ്റെടുക്കുന്നത് കാണുന്നുണ്ട്. അതിന് വ്യൂസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വ്ലോഗ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയത് അത് പാചകം ചെയ്യുമ്പോൾ അത് വ്ലോഗിലേക്ക് മാറ്റിയതാണോ? അങ്ങനെ രണ്ടും കൊണ്ടല്ല. ഈ ലോകം മുഴുവൻ കോവിഡ് ആയിരുന്ന സമയത്ത്
അന്ന് എല്ലാ സ്ഥലങ്ങളും അടച്ചിട്ടിരുന്നു. ഇതെന്താണ് ഈ കോവിഡ് എന്താണ് അല്ല ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, ആർക്കും അറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് യാത്രകളൊക്കെ നിർത്തിവെച്ചു. അന്ന് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഷോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ കാണാൻ പറ്റില്ലല്ലോ, ഇനി അത് എത്ര കാലത്തേക്കാണ്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ അന്ന് വെറുതെ മലയാളികളല്ലേ വെറുതെ പറഞ്ഞുണ്ടാക്കും 1 വർഷം 2 വർഷം വരെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാനങ്ങ് ആക്ച്വലി സിക്കായി. ഞാൻ സിക്കാവുന്നതിൻ്റെ എത്രയോ മടങ്ങ് സിക്കാവും ശ്രീകുട്ടൻ. എനിക്കൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് ഹി കനോട്ട് ടേക്ക് ഇറ്റ്, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു യൂട്യൂബ് തുടങ്ങിക്കൂടെ, എന്നെ ഒന്ന് ചേർപ്പിക്കാനായിട്ട്. അന്ന് തുടങ്ങിയതാണ് ഈ യൂട്യൂബും. എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, എനിക്കറിയില്ല അത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന്. കാരണം ശ്രീകുട്ടനൊക്കെ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്, ഞാനൊക്കെ ആണെങ്കിൽ കുറച്ച് മിതഭാഷണിയാണ് കേട്ടോ. അത് ഇപ്പം ഈ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയെങ്കിലും സംസാരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു അരമണിക്കൂറോളം സംസാരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇന്ന് പാചകം ചെയ്യുന്നില്ല, നമുക്ക് കുറച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതെ, അങ്ങനെയൊക്കെ ആക്കി ശ്രീകുട്ടൻ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണം, ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ ശരത് സാറും എം ജി ശ്രീകുമാറും കൂടെ ഫ്ലവേഴ്സിലെ പ്രോഗ്രാമിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീകുട്ടനും കുഞ്ഞു മക്കളുമായിട്ട് വലിയ ഇഷ്ടമാണ്. ആ കുട്ടികൾക്ക് അവരാദ്യം വന്ന് പറയുന്നത് തന്നെ എം ജി ശ്രീകുമാറിനെ കാണാനാണ് ഞങ്ങൾ ഇതിലോട്ട് വരുന്നത്, ഫ്ലവേഴ്സിൽ വന്നു എന്നാണ് ആദ്യം പറയുന്നത്. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിള്ളേർക്കും വലിയ ആൾക്കാർക്ക് ആർക്കും ഇഷ്ടമല്ലാത്തത്. അത് കോമിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ മ്യൂസിക്കിനെ കുറിച്ചുള്ള നോളജ് ഓൾറെഡി തന്നെ ആ പാനലിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവരൊക്കെ കുട്ടികളോട് ഡീൽ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അത് കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. അതെ അതെ അതെ, അദ്ദേഹത്തിന് ഭയങ്കര കുട്ടികളുമായിട്ട് ഒരു നാക്കാണ്, കുഞ്ഞുമക്കളുമായിട്ട് സംസാരിക്കാൻ. ഈ കുടുംബത്തിൽ തന്നെ മ്യൂസീഷ്യന്മാർ ഒരുപാടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാറ് ടീച്ചർ, അതേപോലെ ഏറ്റവും പുതിയ തലമുറയിൽ ഹരിശങ്കർ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു മ്യൂസിക്കിന് പ്രാധാന്യമുള്ള ഒരു കുടുംബത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, ആ പ്രാധാന്യത്തെ എങ്ങനെയായിരുന്നു മനസ്സുകൊണ്ട് എതിരേറ്റത് ആദ്യ കാലഘട്ടത്തിൽ മുതൽ? ഞാൻ ആക്ച്വലി ആ കുടുംബത്തിനെ അല്ല ഞാൻ നോക്കിയത്, ശ്രീകുട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമാണ് എൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ നോക്കിയത്. ബാക്കി എല്ലാവരെയും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. നമ്മുടെ ഒരു മാരേജ് വന്നപ്പോൾ ആ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രശ്നം. നാച്ചുറലി അത് നടക്കുന്ന ഒരു കഥയാണ്. അവർക്ക് ഇഷ്ടമല്ല, എൻ്റെ സെക്കൻഡ് മാരേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നമായിരുന്നു. പക്ഷെ അതിലൊന്നും അല്ല ഞാൻ നോക്കിക്കണ്ടത്, നമ്മൾ രണ്ടുപേരുടെയും സ്നേഹം മാത്രമാണ്. അപ്പം ശ്രീകുട്ടനാണെങ്കിൽ എനിക്കാണെങ്കിൽ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ വീട്ടിലെല്ലാവരും പാടും, എൻ്റെ അമ്മ പാടും, ചേച്ചി പാടും, എല്ലാവരും പാടും. എനിക്ക് പാട്ടായിരുന്നില്ല ഇഷ്ടം. എന്നെ കൊച്ചിലെ അച്ഛനൊക്കെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തച്ഛനൊക്കെ നമ്പൂരി ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ ഒരു കൾച്ചറായിരുന്നു നമ്മുടെ. അപ്പോൾ ആ ഇതിൽ തൃശ്ശൂരായിരുന്നു നമ്മൾ എൻ്റെ ചെറുകാലത്തൊക്കെ ഞാൻ വളർന്നത്. അപ്പോൾ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു പാട്ട് പഠിക്കുന്നു. ആ ഷീല, എൻ്റെ സിസ്റ്ററുടെ പേര് ഷീല എത്ര നന്നായിട്ട് പാടുന്നു, നീ ഒന്ന്. പക്ഷേ എനിക്ക് പാട്ടായിരുന്നില്ല. അന്നൊന്നും നമുക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലെന്ന് തന്നെ പറയാം. പക്ഷെ എൻ്റെ ആഗ്രഹം മുഴുവൻ ഡാൻസ് ആയിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ വാശിയായിരുന്നു, ഞാൻ പാട്ട് പാടില്ല, എനിക്ക് ഡാൻസാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാടാത്ത ഒരാളല്ല, പാടും. ചേച്ചി എൻ്റെ സിസ്റ്ററിന് വേണ്ടി പിന്നെ കോളേജിലൊക്കെ ഒത്തിരി ഞാൻ വോയിസൊക്കെ ചേച്ചിക്ക് പാടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പാഷൻ മുഴുവൻ ഡാൻസായിരുന്നു. പക്ഷെ അതെങ്ങനെയോ നടന്നില്ല. അച്ഛന് തീരെ ഇഷ്ടമല്ലായിരുന്നു ഡാൻസ് പഠിക്കണ്ട എന്നായിരുന്നു. പിന്നെ ശ്രീകുട്ടന് ആ പാട്ടിൻ്റെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ശ്രീകുട്ടൻ പാടുന്നുണ്ട്, ഒരു പാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. എപ്പോഴും പാട്ടാണ് വീട്ടിൽ ആക്ച്വലി, കാലത്ത് മുതൽ രാത്രി വരെ. ഇപ്പോൾ എം ജി ശ്രീകുമാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്നായിരുന്നു ലാലേട്ടന് വേണ്ടിയിട്ട് പാടി ഹിറ്റാക്കുന്ന പാട്ടുകൾ. ആ കാലഘട്ടത്തിൽ ഒക്കെ എല്ലാ പാട്ടുകളും എം ജി ശ്രീകുമാർ പാടിയാലേ നമുക്ക് ദഹിക്കുകയുള്ളൂ. കാരണം ഈ മനുഷ്യന് യോജിക്കുന്ന ആ ഒരു കോംബോ ഉണ്ട്. പ്രിയദർശൻ സാറും എം ജി ശ്രീകുമാറും ലാലേട്ടനും ഒക്കെ തീർന്നിട്ട് തിരുവനന്തപുരത്ത് ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ കാലഘട്ടത്തിൽ കൂടെ എനിക്ക് ബാങ്കിങ് ജോലിയുള്ളപ്പോഴാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലം വരുന്നുണ്ടല്ലോ. അപ്പം അന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു ഹൈപ്പിലേക്കും സിനിമയിലേക്കും ഇങ്ങനെ പോകുന്നു? ഒന്നുമില്ലായിരുന്നു. ശ്രീകുട്ടൻ വെറും ബാങ്കിലത്തെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് ഞാൻ പരിചയപ്പെടുമ്പോഴേ. കുറച്ചൊക്കെ പാട്ട് പാടുമായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ആ സമയമാണ് ചിത്രം എന്നൊരു സിനിമ വരുന്നതും ആ പാട്ടുകളെല്ലാം ഹിറ്റാവുന്നതും.
പക്ഷെ ഭാഗ്യവശാൽ ലാലിൻ്റെ വോയിസുമായിട്ട് അദ്ദേഹത്തിന് നല്ല ചേർച്ചയുണ്ടായിരുന്നു. ഇതെല്ലാം നിമിത്തങ്ങളായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. വെച്ചടി അങ്ങോട്ടേക്ക് കയറ്റുമായിരുന്നു. പിന്നെ നാഷണൽ അവാർഡുകൾ കിട്ടുന്ന സമയം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്നേഹം, പ്രശ്നങ്ങൾ എല്ലാം അത് ഒത്തങ്ങ് പോയി. എല്ലാം കൂടെ ഒരുമിച്ച് പരിഹരിക്കപ്പെട്ടു. അതെ 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 അതെ. എപ്പോഴും ആവർത്തിച്ച് പാടുന്ന പാട്ടുകളുണ്ട്. ഇപ്പം തീരം തേടുവോളം പ്രേമഗീതങ്ങൾ തന്നു, ഭയങ്കര രസമുള്ള പാട്ടാണ്. ഔസേപ്പച്ചൻ സാറിന്റെ അസാധ്യമായിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രിയദർശൻ സാറിന്റെ മുത്തശ്ശി കഥയിലെ കണ്ടാച്ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ട ഈ ഗണത്തിലുള്ള പാട്ടുകൾ താളവട്ടത്തിലെ കൂട്ടിൽ നിന്നും വീട്ടിൽ. അപ്പം ഈ ഒരു ഇറ നോക്കുമ്പോഴത്തേക്ക് എം ജി ശ്രീകുമാറിന്റെ ശബ്ദം എന്ന് പറയുന്നത് നമ്മളെ തിയേറ്ററിലേക്ക് അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ആ സമയത്തൊക്കെ തിയേറ്ററിലേക്കൊക്കെ പോകുമ്പോൾ പാട്ടുകളൊക്കെ അവിടെ ഇരുന്ന് കാണുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു അഭിമാനിച്ചിരുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? ഒന്നാമത് ട്രിവാൻഡ്രത്ത് പോയി തിയേറ്ററിൽ കാണുമ്പോൾ കുറച്ച് ടെൻഷനായിരുന്നു. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും ശ്രീകുണ്ട പാട്ട് അന്നേ പിന്നെ കാസറ്റ്സ് ആയിരുന്നല്ലോ. പിന്നെ കാസറ്റ്സ് ഇട്ട് വീണ്ടും പകുതി കേൾക്കും, പകുതി ആൾക്കാർ നോക്കുന്നുണ്ടോ, ആൾക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഞാനൊക്കെ കയറുന്നത്. പിന്നെ കാസറ്റ് ഇട്ട് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ കാലഘട്ടം. ഇപ്പോഴും ആലോചിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയും അതൊരു പ്രത്യേക ഭയവുമാണ്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് രസിച്ച് സമയങ്ങളായിരുന്നു ശരിക്കും. അത് ഈ എന്റർടൈൻമെന്റ്സിൽ ഈ കുക്കിങ്ങും വ്ളോഗിങ്ങും ആണ് ഇപ്പം മെയിനായിട്ടുള്ളത്. അതല്ലാതെ എന്തൊക്കെയാണ് ചെയ്യുക, കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണ്. ഒരു പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാറുണ്ട്. പിന്നെ പാട്ട്, ഗാനമേള, നമുക്കൊരു ദിവസവും പോലും വീട്ടിൽ ഇരിക്കാനുള്ളൊരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ ഒത്തിരി യാത്രകളാണ്. ഗാനമേള മാറ്റി വെച്ച് അല്ലാതെ തന്നെ നമ്മൾ യാത്ര ഒരുപാട് പോകുന്നു. ഞങ്ങളിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇറ്റലിക്ക് പോകുന്നുണ്ട്. ബെഹ്റിനിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. കാരണം മാധ്യമം പത്രം നടത്തുന്ന അദ്ദേഹത്തിന് ഇത്രയും വർഷമായതുകൊണ്ട് ഒരു അംഗീകരിക്കപ്പെടുന്നു, അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ഇറ്റലിയിലേക്ക് ഫ്ലൈ ചെയ്യും. അവിടെ പോയി കുറേ അപ്പം ആർക്കും നമ്മളെ അറിയില്ല, നമുക്കാരെയും അറിയില്ല. സ്ട്രീറ്റിലൊക്കെ 1 among 1000 ആയിട്ട് ഞാൻ ശ്രീകുട്ടനും നടന്നു. അത് രസമാണ് കേട്ടോ, സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച്. അപ്പം അവിടെ അയ്യോ ഇല്ലെങ്കിൽ ഈ ഗാനമേള ഉള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പുള്ളിക്ക് പുറത്തു പോകാൻ ഭയങ്കര പ്രയാസമാണ്. ശബ്ദം അടയ്ക്കുമോ, ഡസ്റ്റിൻ്റെ പ്രശ്നം. ഇതാണെങ്കിൽ കുഴപ്പമില്ല, 2 ദിവസം വെറുതെ ഇരുന്നാലും മതിയല്ലോ എന്ന് വിചാരിക്കും. ആ പുറത്തു പോകുന്ന ആ ആസ്വാദനം വേറൊരു തലത്തിലാണ്. നമ്മൾ ഇപ്പം ഈ നാട്ടിൽ കിട്ടില്ല. അയ്യോ ഒരിക്കലും ഇല്ല, സാധിക്കാത്തൊരു സാധനം. അവിടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ, പുറത്ത് രാജ്യങ്ങളിലേക്ക്. ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവിടെയും തിരിച്ചറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. മലയാളികൾ കാണും, മലയാളികൾ കാണുമ്പോൾ പക്ഷെ സന്തോഷമാണ്. അപ്പോഴും നമുക്ക് കുറേ ദിവസം നാട്ടിൽ നിന്ന് വിട്ടപ്പോൾ മലയാളികളെ കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. അവരാണ് നമ്മളിങ്ങനെ ആക്കിയത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പം നാദരൂപിണിക്ക് അവാർഡ് കിട്ടുന്ന സമയത്തൊക്കെ ഓർമ്മയുണ്ടോ അവാർഡ് അനൗൺസ് ചെയ്യുന്നതും? കാരണം നാഷണൽ അവാർഡാണ്, ഹെവി ചിത്രമാണ്, അതിനകത്ത് ഒരുപാട് പാട്ടുകളുണ്ട്. പ്രമദവനം പോലുള്ളൊരു പാട്ട് ദാസാർ അതിനകത്ത് പാടിയിട്ടുമുണ്ട്. ആ സമയത്താണ് നാദരൂപിണിക്ക് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ആ സമയം ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് അതിനെ? അയ്യോ, അത് ശ്രീകുട്ടൻ പോലും നമ്മൾ ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. ഈ നാദരൂപിണിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ അവാർഡ് കിട്ടും എന്നൊക്കെ അത് പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു എന്താ പറഞ്ഞാൽ, നമുക്ക് അത് കരയണോ ചിരിക്കണോ, എന്താണ് ഇത്, സത്യമാണോ? ഇതൊക്കെ നമുക്ക് അന്ന് ഫോൺ വഴി എന്തൊക്കെയാണ് പറയുന്നത്. ഇക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കത് വേറെ വിധത്തിലാണ്. ഇപ്പം എനിക്കൊരു നാഷണൽ അവാർഡൊക്കെ മീഡിയാസ് വഴിയോ സംതിങ് ലൈക്ക് ദാറ്റ്. ഇതൊക്കെ ഒരു ദിവസം പിറ്റേ ദിവസമാണ് മീഡിയയിലൊക്കെ വന്നത്. അപ്പോൾ അറിഞ്ഞൊരു ദിവസം വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. ഈ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടുള്ള ഒരു ചങ്ങാത്തമുണ്ട്. പക്ഷേ എം ജി രാധാകൃഷ്ണൻ സാറ് ആ കാലഘട്ടത്തിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ആളാണ്. പക്ഷേ പാട്ടുകൾക്ക് വേണ്ടവണ്ണം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചേട്ടനാണ് അനിയനാണെന്നൊക്കെയുള്ള ഒരു രീതിയിലായിരുന്നില്ല പാട്ടുകൾക്ക് ഉപയോഗിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു
ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം യേശുദാസ് സാറിനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പാട്ടുകളിൽ എം ജി ശ്രീകുമാറിനെ ഉപയോഗിക്കേണ്ട സമയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഇപ്പം ഓരോരുത്തർ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയായിരുന്നു അത് ഡിസ്കസ് ചെയ്തിരുന്നത്? ഇപ്പം മറ്റേ പാട്ടിനെ എന്നെ വിളിച്ചില്ല എന്നൊക്കെ പറയുന്ന അഭിപ്രായം പറയില്ലോ. ശ്രീകുട്ടൻ അത് ഒരിക്കലും അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഈ പാട്ട് എനിക്ക് തന്നില്ല, ഇതിൽ ചിത്രത്തിൽ വിളിച്ചില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, നമുക്ക് വേണ്ടിയത് നമുക്ക് എഴുതി വച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതിപ്പോൾ തന്നില്ല, ഇത് എനിക്കുള്ള പാട്ടാണെന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ഗോസിപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പാടാൻ വെച്ചത് എം ജി ശ്രീകുമാർ തട്ടിയെടുത്തു എന്നൊക്കെ കുറേ അക്കാലത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ആർക്കും ഒന്നും തട്ടിയെടുക്കാൻ പറ്റില്ല ആക്ച്വലി. അപ്പോൾ ശ്രീകുട്ടൻ പാടേണ്ട പാട്ട് ശ്രീകുട്ടന് തന്നെയാണ് അതുള്ളത്. ശ്രീകുട്ടനെ ഓർത്ത് അതിലിപ്പം ഔസേപ്പച്ച ചേട്ടൻ ശ്രീകുട്ടനെ വേണ്ടി ചെയ്ത പാട്ടുകളാണ്. രവീന്ദ്ര മാഷ്, ഇപ്പം കുട്ടൻ എന്ന് വിളിക്കുന്ന എം ജയചന്ദ്രൻ, അതൊക്കെ ശ്രീകുട്ടന് വേണ്ടി ചെയ്യുന്നത്. അല്ലാതെ അത് വേറൊരാൾക്ക് വച്ച പാട്ട് ശ്രീകുട്ടൻ തട്ടിയെടുത്ത്, അതൊക്കെ അനാവശ്യ വിവാദങ്ങളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. ചില സമയം തിരികെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത ദിവസം മോഹൻ സിതാര സാറിനെ കണ്ടപ്പോൾ എം ജി ശ്രീകുമാറിനെ കൊണ്ട് ഒരു പാട്ട് പാടിച്ചു. പക്ഷേ ദാസാറിനെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാട്ട് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ മാറ്റി പാടിച്ചു. പക്ഷെ അത് എം ജി ശ്രീകുമാറിൻ്റെ ശബ്ദത്തിൽ പാടിച്ച പാട്ട് കാണിച്ചു കൊടുക്കാതെ മോഹൻ സിതാര സാറ് രണ്ടാമത് പാടിയിട്ട് ഈ പാട്ടാണ് ദാസാറിനെ കേൾപ്പിച്ചതെന്ന് പറഞ്ഞു. ചിലപ്പോൾ അതിനകത്തൊരു സാധനം വരുന്നത് അങ്ങനെയൊക്കെയുള്ള ദൗർഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ അവരുടെ ഇടയിൽ നടക്കുന്നതാണ്. ഇതൊന്നും പാട്ടുകാരായ ഒരാൾക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് എന്താ പാട്ടുകൾ, ശ്രീകുട്ടന് എന്താ പാട്ടുള്ള, ഇപ്പം തന്നെ എബ്രിഡ് ഷൈൻ അദ്ദേഹത്തിൻ്റെ പുതിയ പാട്ട് ഇന്നലെ ആയിരുന്നു റെക്കോർഡിങ്, വീട്ടിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടർ ആനന്ദവല്ലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ലേഡി ഡയറക്ടർ. ആദ്യമല്ല, ഇതിനു മുമ്പ് വന്ന് കുറേ സിനിമകളിലൊക്കെ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. അവർക്കൊന്ന് ഇത് എം ജി ശ്രീകുമാർ പാടിയാൽ മതി എന്നാണ്, അല്ലാതെ ഇത് വേറെ ശ്രീകുട്ടൻ വിളിച്ച് ഇങ്ങനെ എനിക്ക് ആ പാട്ട് വേണം മറ്റുള്ളവരെ പാടിപ്പിക്കല് അങ്ങനെയൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അത് പണ്ടുമല്ല ഇപ്പോഴും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എം ജി ശ്രീകുമാറിൻ്റെ കുറച്ച് പാട്ടുകൾ ഒന്ന് എണ്ണത്തിൽ പറഞ്ഞാൽ ഏതൊക്കെ പാട്ടുകളാണ് ഇഷ്ടം വെച്ചിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ നോക്കണ്ട. അല്ലല്ല, അങ്ങനെയല്ല. ശ്രീകുട്ടൻ്റെ എനിക്ക് ആക്ച്വലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി കൺഫ്യൂഷൻ തീർക്കാൻ അങ്ങനെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഒന്നല്ല. അന്ന് എപ്പോൾ ഓർമ്മകൾ ഓടിക്കളിക്കുക നോക്കിക്കഴിഞ്ഞാൽ അക്കാലത്തുള്ള എല്ലാ പാട്ടുകളും ഒരുപാട് പാടിയിട്ടുണ്ട്. എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഗായകനെ നമുക്കറിയാം. പിന്നെ ഈ കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന ഒരാളെ അറിയാം. ആ മാനറിസംസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷേ ഇതല്ലാത്തൊരു എം ജി ശ്രീകുമാർ ഉണ്ടാവുമല്ലോ, അത്യാവശ്യം ഈ പറയുന്ന തമാശയൊന്നും പറയാത്ത, വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന, വളരെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന ഒരു എം ജി ശ്രീകുമാർ വീട്ടിലുണ്ടോ? എന്താണ് വീട്ടിലൊക്കെ? ഞാൻ കണ്ടിട്ടില്ല. ശ്രീകുട്ടൻ എപ്പോഴും ജോയിലാണ്, എപ്പോഴും സന്തോഷവനാണ്, എപ്പോഴും ഹാപ്പി മൂഡിലാണ്. എപ്പോഴും കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ചിരിച്ചുകൊണ്ട് ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഈ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ചിരിക്കുന്ന ഒരാളാണ്. എനിക്കാണെങ്കിൽ അധികം ചിരിയൊന്നുമില്ല. എനിക്ക് ശ്രീകുട്ടനാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എപ്പോഴും ഹാപ്പിയുമുള്ള അദ്ദേഹത്തിന് എപ്പോഴും ഹാപ്പിനെസ്സാണ് വേണ്ടത്. എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഒരു ഫാമിലിയിൽ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോഴും എപ്പോഴും ഒരു ഹാപ്പിനെസ് ഉണ്ടാകണം. എല്ലാത്തിലും വഴക്കും ദേഷ്യവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഈ ഒരു മാനേജർ എന്നുള്ള രീതിയിലും കൂടെ നിൽക്കുമ്പോൾ അത് പ്രൊഫഷണലിയാണ് ആ കാര്യം ചെയ്യേണ്ടത്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഡീൽ ചെയ്യേണ്ടത് ഒരുപാട് പേരെയാണ്. അപ്പം അതിലൊക്കെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. അത് സാറ്റിസ്ഫൈഡ് ആണോ? എം ജി ശ്രീകുമാർ എങ്ങനെയാണ് അതിന് ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണ് പുള്ളിയുടെ? സാറ്റിസ്ഫൈഡ് ആണോന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറയും. നമുക്കത് പറയാമല്ലോ, പറയും. ശ്രീകുട്ടന് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻ്റാണ്. അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യും. പക്ഷെ ഞാൻ ആൾക്കാരുമായിട്ടൊന്നും ഡീൽ ചെയ്യാറില്ല. ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു 14-ാം തീയതി ഫ്രീ ആണോ, 14-ാം തീയതി ഫ്രീ ആണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ ഒത്തിരി ഷൂട്ട് വരുന്നുണ്ട്. ഈ ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ അമൃതയിൽ ചെയ്തിരുന്നു. അങ്ങനെ കുറേ ഷൂട്ട് വരുമ്പോൾ ചിലപ്പോൾ 14-ാം തീയതി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുഖമില്ലാതെ വരികയോ എന്തെങ്കിലും ചെയ്താൽ ഷൂട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ എനിക്കൊരു കറക്റ്റ് 14-ാം തീയതി ഒരു ഗാനമേള അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ശ്രീകുട്ടനാണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത്.